അപ്പോൾ ഇതിൻ്റെ ദോഷം എന്താണെന്ന് അറിയില്ല. എന്നാൽ ഗുണങ്ങൾ ഏറെ നമ്മളിതിൽ വിവരിക്കാം. ഗുണങ്ങളായിട്ട് ഒട്ടേറെയുണ്ട്. എന്നാൽ ഗുണങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ അതെല്ലാം വാഴയെ മുഴുവനായിട്ട് ബാധിക്കും. ഗ്യാസിൻ്റെ മുന്നിൽ വിറകുകളൊക്കെ തോറ്റ പോലെ പറമ്പിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരു കാലത്ത് താങ്ങും തണലുമായിട്ടുള്ള ഈ വിറകിനെയൊക്കെ ആർക്കും വേണ്ടാത്ത രീതിയിലായാൽ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മളൊരു പുതിയ പരീക്ഷണം ചെയ്ത് നോക്കുകയാണ്. വാഴക്കൊക്കെ ഇങ്ങനെ ചകിരി ഇട്ട് കൊടുത്തിട്ട്, ചകിരിയൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ 1 രൂപ ഒക്കെ ഉണ്ട്. പക്ഷേ ആവശ്യക്കാരില്ലാഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? അപ്പോൾ ഇതിങ്ങനെ വെറുതെ കൂടി കിടക്കുന്നതിനേക്കാളും നല്ലത് നമ്മളൊരു പുതിയ പരീക്ഷണം നോക്കുകയാണ്. വാഴ ഏതായാലും ഈ വർഷക്കാലമൊക്കെ ആകുമ്പോൾ വേരുങ്ങളിങ്ങനെ മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചകിരിയൊക്കെ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്ത്, കുറച്ച് വെണ്ണൂറ് വളമൊക്കെ ഇട്ട് കൊടുത്ത്, കുറച്ച് ചണ്ടിച്ചരക്ക്, അതിൻ്റെ മേലെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ വാഴയ്ക്ക് എങ്ങനെയാണ് അതിൻ്റെ പുതിയ പരീക്ഷണം എന്ന് നോക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ റിസൾട്ടൊക്കെ ഒരു 6 മാസം അടുത്ത വർഷമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. നമ്മളെല്ലാ വാഴക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോലി കഴിച്ച് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക എന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിനെയാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നത്. അത് നമ്മളടക്കം അങ്ങനെ തന്നെ. കാരണം ഇന്നത്തെ കാലം ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതേപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിത് വെറുതെ കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുകയാണ്. ആണെങ്കിൽ വേനൽക്കാലത്ത് വാഴകളൊക്കെ കൂടുതൽ വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കും. അതിപ്പോൾ വർഷക്കാലത്ത് എത്രയോ മഴ പെയ്ത് എന്ന് എഴുതിയിട്ട് കാര്യമില്ല. വേനൽക്കാലത്ത് എങ്ങനെയായാലും വെള്ളത്തിന് ക്ഷാമമായിരിക്കും. അപ്പോൾ വെള്ളം കൂടുതൽ ചോദിക്കുന്ന വാഴകൾക്കൊക്കെ ഇതുപോലെ ചെയ്താൽ അവർക്ക് ആഴ്ചയിൽ 1 ദിവസമൊക്കെ നനച്ചു കൊടുത്താൽ മതി. അതും കൂടി ഇതിൻ്റെ ബെനിഫിറ്റാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ മഴയുടെ തുടക്കത്തിലൊക്കെ വാഴക്ക് മണ്ണ് കയറ്റുന്നൊരു പതിവുണ്ട്. അത് നമ്മൾ മണ്ണ് കയറ്റിയിട്ട് നമ്മളെ ചാനലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അന്ന് വെണ്ണൂറ്, കോഴിക്കാഷ്ടം, ചാണകപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കും. എന്നാലിത് മണ്ണ് കയറ്റി നല്ല മഴയൊക്കെ നന്നായിട്ട് അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മണ്ണിൻ്റെ തരി പോലും കാണില്ല, വരണ്ട് കിടക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ ചകിരി ഇങ്ങനെ ഇട്ട് കഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് വേണ്ട വളങ്ങൾ ഇട്ട് കൊടുക്കുക. കോഴിക്കാഷ്ടമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ നനക്കുന്ന സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുക. വെണ്ണൂറ് ഇട്ട് കൊടുക്കുക. അവിടെ കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കുക. മണ്ണ് കൂടുതൽ കയറ്റൊന്നും വേണ്ട, കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ അതിൻ്റെ ഒരു അവശേഷം പോവില്ല. പിന്നെ വാഴക്കൊക്കെ നല്ല രീതിയിൽ തണുപ്പായിട്ട് കിടന്നോളും. ഇപ്പോൾ വേനൽക്കാലം അടുത്ത സമയമാണ്. മഴ ഇന്നലെ പോയിട്ടുള്ളൂ. പക്ഷെ എന്നാൽ വാഴേൻ്റെ മരടൊക്കെ വരണ്ട് കിടക്കുകയാണ്. നമ്മൾ നനക്കണമെങ്കിൽ ഇനിയും കഴിയണം 1 മാസത്തോളമൊക്കെ. അപ്പോഴേക്കിനൊക്കെ വാഴയൊക്കെ വാടി കുറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള നേട്ടം, വാഴക്ക് വരൾച്ച ഉണ്ടാവില്ല, എപ്പോഴും തണുപ്പായിട്ട് ഇങ്ങനെ കിടക്കും. അതാണ് വാഴക്ക് വേണ്ടത്. വാഴക്ക് വേണ്ടത് നല്ല തണുപ്പിലിങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗം ഇതിന് കിട്ടും. നമുക്ക് ഏതായാലും ഇതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ കിടക്കുന്നത് ഒരു ഉപകാരമാകട്ടെ എന്നാണ് കരുതുന്നത്. പിന്നെ ഇതിൻ്റെ ചകിരിയുടെ കറൊക്കെ വാഴക്ക് പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ചവരിയൊക്കെ ഇട്ട വാഴയാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചത്. അപ്പോൾ അതിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല. അത് നല്ല വലിയ കൊലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. വാഴയുടെ ഇന്നത്തെ വളർച്ചയാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ ഇനി ചകിരിയൊക്കെ ഇട്ടതിന് ശേഷം വാഴക്ക് ദോഷമാണോ ഗുണമാണോ എന്നുള്ളത് ഇനിയുള്ള വളർച്ചയിലും തളർച്ചയിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വളർച്ചയാണോ തളർച്ചയാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. വർഷക്കാലം കഴിഞ്ഞു 2 ദിവസം മഴയില്ലാതായപ്പോഴേക്കും ഭൂമിയൊക്കെ വരണ്ട നിലയിലാണ്. അപ്പോൾ ഇതൊക്കെ വാഴക്ക് പെട്ടെന്ന് ബാധിക്കും. അപ്പോൾ വാഴൻ്റെ ചുവടിലൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചാൽ നനയില്ലെങ്കിലും കുറേ കാലം അതിൻ്റെ ഈർപ്പവും തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ കത്തിക്കാനായിട്ടൊന്നും വേണ്ടെങ്കിലും
ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉപകാരമെങ്കിലും നടക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഇത് തീരെ അടുപ്പ് കാണാത്തൊരു കാലം വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഉപയോഗം ഉണ്ടെങ്കിൽ ആ ഉപയോഗമെങ്കിലും നടന്നു പോകും. അപ്പോൾ അതിനായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം. ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ഗുണം തന്നെയാണ് ഏറെയും. ചകിരിയിൽ നിന്നുള്ള വളം പ്രതീക്ഷിച്ചിട്ടല്ല അപ്പോൾ നമ്മളിത് വാഴക്കിടുന്നത്. അതിൻ്റെ ഈർപ്പം നിലനിർത്താനും വേരായസത്തിനും അതിനിട്ട് കൊടുക്കുന്ന വളങ്ങൾ കുത്തിയൊലിച്ച് പോകാതിരിക്കാനും ഇതുപോലുള്ള അതിന് കൊടുക്കുന്ന വളം കുത്തിയൊലിച്ച് പോകാതെ തടഞ്ഞു നിർത്താൻ ഇതിനൊക്കെ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ചകിരി കൊണ്ടുള്ള വളം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ചകിരി വാഴക്കെട്ട് കൊടുത്തിൽ വല്ല ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നവരൊക്കെ ഒന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.